ഹായ് ഫ്രണ്ട്സ്, നേരത്തെ നാഴ്സിസം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വ വൈകല്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നല്ലോ. ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെന്നെ വിളിച്ചിരുന്നു. എന്താണ് അതിൻ്റെ കാരണങ്ങളെന്ന് അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആധികാരികമായി പറയാൻ ഞാനൊരു മനഃശാസ്ത്രജ്ഞയല്ല എന്നോർക്കണം. വായനയിലൂടെയും അറിവുള്ളവരിൽ നിന്ന് മനസ്സിലാക്കിയതുമായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം വൈകല്യമുള്ളവരെ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത് അവരുടെ കുഴപ്പം കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല. ഈ വൈകല്യത്തിൻ്റെ എക്സാക്റ്റ് കോസ് അറിയില്ലെങ്കിലും ചില റിസർച്ചുകൾ പറയുന്ന പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. 1 ജനറ്റിക് ഫാക്ടേഴ്സ്, പാരമ്പര്യം. 2 എൻവയൺമെൻ്റൽ ഫാക്ടേഴ്സ്, സാഹചര്യങ്ങൾ. 3 ന്യൂറോ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഒന്നാമത്തേത് ഒരു ജനറ്റിക് ഡിസോർഡർ. ഇതുപോലുള്ള ആരെങ്കിലുമൊക്കെ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. തലമുറകൾ കൈമാറി വരുന്ന ഒരു ഡിസോർഡറാണിത്. സ്നേഹമോ ആത്മാർത്ഥതയോ കൊണ്ടൊന്നും ഇവരെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ഇവരുടെ തലച്ചോറിൻ്റെ ഘടനയിലുണ്ടാകുന്ന മാറ്റം തിരുത്താനാവാത്ത ഒന്നാണ്. അതിനാൽ ഇത് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ സാധിക്കില്ല. എന്നാലും ഒരു കൗൺസിലറുടെ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും. 2 എൻവയൺമെൻ്റൽ ഫാക്ടേഴ്സ്. സാഹചര്യം മൂലം കുട്ടിക്കാലത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളും, അതായത് ചൈൽഡ്ഹുഡ് ഡ്രാമാസും അഡൾട്ട്ഹുഡിലെത്തുമ്പോൾ ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. തീരെ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കൾ ലാളിച്ച് വഷളാക്കുന്നവർ, അതായത് കുട്ടി എന്ത് ചെയ്താലും അവർ കുട്ടിയെ സപ്പോർട്ട് ചെയ്യും. എൻ്റെ കുട്ടി അസാധാരണമായ കഴിവുള്ള ഒരു കുട്ടിയാണ്, അവൻ അല്ലെങ്കിൽ അവൾ ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടിയാണ്, എൻ്റെ കുട്ടി ജീനിയസാണ്, അവൻ ഭാവിയിൽ വലിയ ആളാവും എന്നൊക്കെ പറഞ്ഞ് അവരുടെ കുഞ്ഞു മനസ്സിൽ ഞാൻ എല്ലാവർക്കും മുകളിലാണെന്നും ഈ ലോകം എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുന്നതാണെന്നും ഒക്കെ ഉള്ളൊരു മനോഭാവം ആ കുട്ടികളിൽ വളർത്തിയെടുക്കും. ബ്രെയിൻ വളരുന്ന കാലമായതിനാൽ ഈ സ്വഭാവം അവരുടെ ജനറ്റിക് ഘടനയുടെ ഭാഗമായി മാറും. ബുദ്ധി ഉറയ്ക്കുമ്പോൾ ഈ മനോഭാവവും ഉറയ്ക്കും. പാരൻസിൻ്റെ കെയർ കിട്ടാതെ ഏതെങ്കിലും അബ്യൂസിലൂടെ കടന്നുപോയിട്ടുള്ള കുട്ടികളിലും ഈ NPD കാണാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ബാല്യകാലത്തിൽ അവഗണിക്കപ്പെട്ട കുട്ടികൾക്കും. ചില വീടുകളിൽ ചെറിയ കാര്യത്തിന് പോലും കുഞ്ഞുങ്ങൾക്ക് വലിയ ശിക്ഷകൾ നൽകാറുണ്ട്. എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുക, നിറത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ബുദ്ധിയുടെയും പേരിൽ വിവേചനം നടത്തുക, പേരൻസും ടീച്ചേഴ്സും കളിയാക്കുക, കുറ്റപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക, ഇവയെല്ലാം കുട്ടിയുടെ വളരുന്ന ബ്രെയിനിൽ ചില ജനിതക മാറ്റങ്ങൾ ഉണ്ടാക്കും. ബുദ്ധി ഉറയ്ക്കുമ്പോൾ ഇത് അവരുടെ ജനറ്റിക് ഘടനയുടെ ഭാഗമായി മാറും. അതായത് കുട്ടിക്കാലത്തെ സാഹചര്യങ്ങളും അനുഭവങ്ങളും അവരുടെ ബ്രെയിനിൻ്റെ ഘടനയിൽ മാറ്റപ്പെടുത്തും എന്ന് സാരം. ഇവർക്ക് ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ളവരായിരിക്കും. ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇവർ അസാധാരണമായി പെർഫോം ചെയ്യാൻ തുടങ്ങും. വലിയ വിജയം, അംഗീകാരം, ഉദ്യോഗം, അങ്ങനെ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം അവർ നേടിയെടുത്തെന്നിരിക്കും. പക്ഷേ ബാല്യകാലത്തിൽ അവരിൽ രൂപപ്പെട്ട നാർസിസിസ്റ്റിക് മനോഭാവവും അതിനോടൊപ്പം വളർന്നു വരും. ഒരു വശത്ത് വിജയത്തിൻ്റെ പശ്ചാത്തലം കൂടിയാകുമ്പോൾ മറുവശത്ത് ക്രൂരമായ ഒരു മനോഭാവം വളർന്നു വരുന്നു എന്ന്. ഈ ക്രൂരത അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ ജീവിത പങ്കാളിയായിരിക്കും. 3 ന്യൂറോ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. NPD ഉള്ളവരുടെ തലച്ചോറിൻ്റെ ഘടന വ്യത്യസ്തമായിരിക്കും. നമുക്കൊക്കെ ഉള്ള സെൻറ്റിമെൻറ്റ്സ്, സ്നേഹം, എംപതി, സിമ്പതി എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമായ ഗ്രേ മാറ്റർ ഇവർക്ക് കുറവായിരിക്കും. തലച്ചോറിൽ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതിൽ ഗ്രേ മാറ്റർ ഇത്തരക്കാർക്ക് കുറവായിരിക്കും. ഇവരുടെ തലച്ചോറും ഘടനയും അങ്ങനെ ആയിപ്പോയി. അതിന് നമുക്കവരെ കുറ്റപ്പെടുത്താനാകില്ല. കൂടെ ഉള്ളവരെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുക, പങ്കാളിയിൽ അവിഹിതം ആരോപിക്കുക, കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ
അതിനെ നിസ്സാരവൽക്കരിക്കുക എന്നതൊക്കെ അവരുടെ സ്വഭാവമാണ്. ആരോടും അവർ കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാറില്ല. സഹപ്രവർത്തകരെ ദ്രോഹിച്ച് തകർക്കുക എന്നതാണ് അവർക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന കാര്യം. ക്രൂരമായ വാക്കുകളിൽ തളരുന്ന പങ്കാളിയുടെ വേദന കണ്ട് ആനന്ദിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ചും ഇവരെടുത്ത് നടക്കത്തില്ല. കാരണം അതിനെ നിയന്ത്രിക്കുന്ന ഭാഗം അവർക്കില്ല. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ സ്വയം ഉണ്ടാക്കി വയ്ക്കുന്നതല്ല. ഇതൊന്നും അവരുടെ കുറ്റമല്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അത് മനസ്സിലാക്കി ഒരു പ്രത്യേക രീതിയിൽ ഇതിനെ സമീപിക്കാൻ ശ്രമിക്കണം. അതെങ്ങനെയാണ് എന്ന് അടുത്ത വീഡിയോയിൽ പറയാം. കുട്ടികളെ വളർത്തുമ്പോൾ മാതാപിതാക്കളും ടീച്ചേഴ്സും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരറിവും ചെറുതല്ല. താങ്ക്